മഹാരാഷ്ട്രയിൽ NCPയുടെ നേതാവായ ശരത് പവാർ, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഫാക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഔദ്യോഗിക പക്ഷവുമായി വേർപിരിഞ്ഞ് കുറേ നാളുകളായി കഴിഞ്ഞിരിക്കുന്നു. അജിത് പവാറിന് ജനങ്ങൾ കൊടുത്തത് വെറും നഷ്ടങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ശരത് പവാർ പക്ഷം മത്സരിച്ച സീറ്റുകൾ ബഹുഭൂരിപക്ഷവും നേടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനസമ്മതി എത്രമാത്രമാണ് 83-ാം വയസ്സിലും എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ഈ ഒരു സാഹചര്യം. മാത്രമല്ല, NCP പതിവിലും ശക്തമായിരിക്കുന്നു. അജിത് പവാർ ഇല്ലെങ്കിലും ശരത് പവാർ പക്ഷത്തിന് ഉണ്ടാകുന്ന ഹൈപ്പ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. BJP നേതൃത്വം മഹാരാഷ്ട്രയിൽ അധികാരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് എല്ലാ സർവേകളിലും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ ഷിൻഡെ വിഭാഗത്തിന് വലിയ അസ്വസ്ഥത തന്നെയാണ്. BJP നേതൃത്വം സീറ്റുകൾ വെച്ച് നീട്ടുന്നുണ്ടെങ്കിലും ഷിൻഡെ വിഭാഗം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നു, ഭൂരിപക്ഷത്തിലേക്ക് വരാൻ, കേവല ഭൂരിപക്ഷമായ 145ലേക്ക് വരാൻ ഇത്തവണ മഹാബോധി സഖ്യത്തിന് കഴിയില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഒന്നാമത്തെ കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്രയധികം നഷ്ടമുണ്ടായെങ്കിൽ നിയമസഭയിൽ എൻറ്റയർലി ഡിഫറൻ്റാണ് അവിടുത്തെ പാറ്റേൺ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ നഷ്ടമുണ്ടാകും എന്ന കണക്കൂട്ടലിലാണ് ഷിൻഡെ വിഭാഗം. BJPയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ BJPയെ തറ പറ്റിക്കുക എന്ന ഉദ്ധവ് താക്കറെയുടെ ലക്ഷ്യം നടക്കും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നാനാ പട്ടോലെ പറഞ്ഞതുപോലെ പകവീട്ടൽ രാഷ്ട്രീയവുമായി നടക്കുന്ന BJPക്ക് പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും. ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നു ഭവിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ദേവേന്ദ്ര ഫട്നാവിസും നിതിൻ ഗഡ്കരിയും രണ്ട് തട്ടിലാണ്. നാഗ്പൂരിൽ നിന്നുള്ള ഈ രണ്ട് പ്രമുഖ നേതാക്കളിൽ നിതിൻ ഗഡ്കരി ഇതിനോടകം തന്നെ ഗോവ സമ്മേളനത്തിൽ പൊട്ടിത്തെറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറഞ്ഞത് BJP ജനങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഷിൻഡെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് നഷ്ടമാണ് BJPക്ക്. പ്രതിപക്ഷത്തിരുന്നെങ്കിൽ ഇത്രയും വലിയ നഷ്ടമുണ്ടാകില്ലായിരുന്നു. ഭരണപക്ഷത്തിരിക്കുന്നതുകൊണ്ടാണ് കനത്ത നഷ്ടം. ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് ഉദ്യോഗവൃന്ദങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു ഉത്തർപ്രദേശിൽ പ്രധാനമായും BJPക്കെതിരെയുള്ള പരാതിയെങ്കിൽ മഹാരാഷ്ട്രയിൽ അതിനേക്കാൾ രൂക്ഷമാണ് സാഹചര്യം എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിതിൻ ഗഡ്കരി ഒരു കാര്യം കൂടി പറഞ്ഞു, ജനങ്ങൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. അത് ഒരു പാർട്ടിക്ക് മാത്രമല്ല, എല്ലാ പാർട്ടികൾക്കും ഒരേ രീതിയിൽ ബാധകം തന്നെയാണ്. അതിനകത്തു നിന്ന് BJPക്കും മാറി നിൽക്കാൻ കഴിയില്ല. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തകർ അവർ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ, അവർ നാളെ പ്രതിനിധികളാകുമ്പോൾ അവരോട് വന്ന് ജനങ്ങൾ പരാതി പറയുന്നു. ആ പരാതികൾ പരിഹരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായും അവരുടെ കാര്യക്ഷമതയെ അളക്കേണ്ടി വരും. ആ അളക്കൽ കൃത്യമായിരിക്കും, അവർ അതിന് മറുപടിയും നൽകും. അതിൽ പിന്നെ ഖേദിച്ചിട്ടോ അതിൽ തിരുത്താൻ പിന്നീട് ശ്രമിച്ചിട്ടോ കാര്യമില്ല. കതിരിന്മേൽ വളമിടൽ പോലെ തന്നെ ആയിരിക്കും. നിതിൻ ഗഡ്കരി ക്ഷുഭിതനായി തന്നെയാണ് ഗോവ സമ്മേളനത്തിൽ പറഞ്ഞത്. അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ അധികാരത്തിൻ്റെ ഭ്രാന്തിലിരിക്കുമ്പോൾ പലതും കാണുന്നില്ല. യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. എതിരാളികളെ EDയെ കൊണ്ടും കസ്റ്റംസിനെ കൊണ്ടും മറ്റുദ്യോഗ വൃന്ദങ്ങളെ കൊണ്ടും അവരെയൊക്കെ തച്ചുടയ്ക്കാൻ വേണ്ടി നടത്തുന്ന BJPയുടെ പ്രവർത്തനങ്ങൾ, അതിന് ജനങ്ങൾ കൊടുക്കുന്ന മറുപടി വളരെ വലുതായിരിക്കും എന്നും ആ പകപോക്കൽ രാഷ്ട്രീയവും കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമമെങ്കിൽ അതിലൂടെ ജനങ്ങൾ കൊടുക്കുന്ന താക്കീത് അതിലും രൂക്ഷമായിരിക്കുമെന്ന് സൂചന നൽകിയിരിക്കുന്നു ഗഡ്കരി.